യാത്രക്കാരൻ ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ്. ബെസ്റ്റ്. മലപ്പുറം തിരൂർ ചെമ്പ്ര സ്വദേശി മുഹമ്മദ് സാലിക്കാണ് 500 രൂപ പിഴ അടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചത്. സന്തോഷായി, നല്ല സന്തോഷായി. 55V1610 നമ്പറിലുള്ള വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് 500 രൂപ പിഴയടയ്ക്കണം. സാലിക്ക് ഈ നമ്പറിലുള്ളതൊരു കാറാണ്. അങ്ങനെ വല്ല നിയമം ഉണ്ടാവും? ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. അളിയോ, നിയമങ്ങൾ മാറാനും അറിയാൻ അത് സമയമൊന്നും വേണ്ടല്ലോ. ചിലപ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിയമലംഘനം നടന്നായി പറയുന്ന ബാവപ്പടിയിലൂടെ സാലി യാത്ര ചെയ്തിട്ട് പോലുമില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റിന് ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പാണ്. ഞാൻ ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക്. 2 യുവാക്കൾ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ചിത്രമാണ് നോട്ടീസിലുള്ളത്. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ബൈക്കിന്റെ നമ്പറുമായുള്ള സാലിയുടെ കാറിന്റെ നമ്പറിന്റെ സാമ്യമാവാം പിഴവിന് കാരണമെന്നാണ് സംശയം. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി. സംസ്ഥാനത്താകെ AI ക്യാമറകൾ മിഴി തുറന്നു കഴിഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അതിനിടയിലാണ് ഇത്തരം ചില കയ്യബദ്ധങ്ങളിലൂടെ മോട്ടോർ വാഹന വകുപ്പ് സ്വയം പരിഹാസ്യരാകുന്നത്. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. A few moments later. നീ എന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ചില്ലേ? അതിനുള്ള പഴ 100 രൂപ കോടതി കെട്ടണമെന്ന്. സീറ്റ് ബെൽറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ചെന്നാ? അച്ഛന് ബൈക്ക് ഓടിക്കണേന് സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തിനാണ്? അത് ശരിയാണല്ലോ. ബൈക്ക് ഓടിക്കാൻ എന്തിനാ സീറ്റ് ബെൽറ്റ്? അല്ല, ഇനിയിപ്പോ അങ്ങനെ വല്ല പുതിയ നിയമം ഉണ്ടാവും? കുത്തും ആലോചിക്കണം. വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പോകുന്നു. എന്തോന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ, എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. ഇപ്പഴെനിക്ക് സമാധാനായി.